മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന വിധവയായ ഒരു സ്ത്രീ ലോകത്തുണ്ടെങ്കിൽ അത് രേണു തന്നെ ഉള്ളൂ, വേറെ ഒരാളുമില്ല. എനിക്ക് എന്റെ രേണു സുധീനെ കാണാൻ താല്പര്യമുണ്ട്, അധികം വൈകാതെ. എന്നെ ഞാനാക്കിയ റീലാണ്. സുധീനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലൊരു വ്യക്തിയാണ്. കാരണം സുധിച്ചേട്ടൻ മത്സ്യത്തിൽ പിന്നെ പുള്ളിക്കാരി ഒരുപാടധികം കഷ്ടപ്പെട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. എന്റെ പൊന്നാര മോളെ രേണു, നീ എന്ത് മാങ്ങത്തൊലിയാണ് ഈ കാട്ടണത്? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, രേണു കിടക്കാൻ നേരത്ത് പൂച്ചനെ മടിയിൽ വെച്ചിട്ടാണ് കിടക്കണത്. ആ പൂച്ചെങ്ങാനും തിരിഞ്ഞിട്ട് രേണുവിൻ്റെ വയറിലൊരു മാന്തങ്ങനെ മാന്തി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ കത്തിക്കല്. പൂച്ചയ്ക്ക് അറിയില്ല അത് താമനയുടെ വയറാണെന്ന്. ഭർത്താവ് മരിച്ച് വിധവയായ ഒരു സ്ത്രീയാണ് രേണു. ആ രേണു 2 മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് എത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കണം എന്നുള്ള കാര്യം എല്ലാ ആളുകൾക്കും അറിയാലോ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. രേണുവിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് പറയണമെന്നില്ല, നിങ്ങൾക്ക് ലൈക്ക് അടിച്ചിട്ട് പോവാട്ടോ സുഹൃത്തുക്കളെ, ഹൈപ്പ് ഒന്നും അടിച്ചിട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു റിയാക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ പല രീതിയിലുള്ള ഫാൻ ഗേളുകളെയും ഫാൻ ബോയിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും മാത്രം ഹൃദയത്തിൽ തട്ടി രേണുവിനെ കൊണ്ട് നടക്കുന്ന ഒരു ഫാൻ ഗേളിനെ ആദ്യമായിട്ട് കാണുകയാണ് സുഹൃത്തുക്കളെ. ആ പുള്ളിക്കാരിയുടെ ഓരോ വാക്കുകൾ കേട്ടാണ്ടല്ലോ നമ്മുടെ കയ്യിലെ രോമം അങ്ങനെ എണീറ്റ് നിന്നിട്ട് പുള്ളിക്കാരിക്ക് ഒരു സല്യൂട്ട് അടിക്കും. അത്രയ്ക്കും മാത്രം രേണുവിനെ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയാണ്. ആ പുള്ളിക്കാരിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ട് നോക്ക് നിങ്ങൾ. ഇതാ കേൾക്ക്. രേണു സുധീനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലൊരു വ്യക്തിയാണ്. കാരണം സുധിച്ചേട്ടൻ മത്സ്യത്തിൽ പിന്നെ പുള്ളിക്കാരി ഒരുപാടധികം കഷ്ടപ്പെട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ കുട്ടി പറഞ്ഞത് 100-ൽ 150% ശരിയാണ്. സുധിച്ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം രേണു സുധി 2 മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് 15 നില ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് സിമെൻറ്റും ചാക്ക് കയറ്റിയിട്ട് അവിടെ കുമ്മായപ്പണിയും കോൺക്രീറ്റും ഒക്കെ ചെയ്തിട്ടാണ് പുള്ളിക്കാരിക്ക് വൈകുന്നേരം പൈസ കിട്ടിയായിരുന്നത്. ആ പൈസ കൊണ്ടാണ് രേണു സുധി മക്കളെയൊക്കെ വളർത്തി വലുതാക്കിയിട്ടുള്ളത്. എന്ത് പാവാന്ന് പറയാം രേണു. വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരിനെ പറ്റി മോശമായിട്ടൊക്കെയാണ് പറയുന്നത്. രേണു അത്രയ്ക്കും മാത്രം പുണ്യപ്രവൃത്തിയല്ലേ ചെയ്യണത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ട് രേണുവിൻ്റെ കാലിലും തലയിലൊക്കെ ഇട്ടിട്ട് പൂക്കൾ കൊണ്ട് ഒരു അർച്ചന ചെയ്യാം. അതെയോ പൊന്നാരം മോളെ, എൻ്റെ പൊന്നു മോളെ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ട് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അല്ല, ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ആരും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തില്ല. സുധി എന്ന് പറയുന്ന കലാകാരൻ ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് പുള്ളിക്കാരൻ മരണപ്പെട്ടിട്ട് 2.5 വർഷമായി. ആ പുള്ളിക്കാരൻ കാർ ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷവും രേണു എന്ന് പറയുന്ന പുള്ളിക്കാരിനെ ജനങ്ങളാരും കൈവിട്ടില്ല. സ്വന്തം കുടുംബത്തിലൊരു അംഗത്തെ പോലെ ജനങ്ങളൊക്കെ രേണു സുധീനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു പാവം പിടിച്ചൊരു ചെക്കൻ മരണപ്പെട്ടുല്ലോ, ആ ചെക്കൻ്റെ ഭാര്യയായിട്ടുള്ള രേണുവിനും രേണുവിൻ്റെ 2 മക്കൾക്കും ആരാണ് ഉണ്ടാവുക? അവർക്ക് നമ്മളൊക്കെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രേണുവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടാൽ വരെ നല്ല രീതിയിൽ കാണാനായിട്ട് ആളുകളുണ്ടായിരുന്നു. പുള്ളിക്കാരി ഡെയിലി ഓരോ വ്ളോഗ് ഇട്ടാൽ തന്നെ നല്ല രീതിയിലുള്ള വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുമായിരുന്നു. അതൊക്കെ വിട്ടിട്ട് രേണു ഇമാതിരിയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട് ആര് പറഞ്ഞു? അതുകൊണ്ടാണ് പറയണത് എൻ്റെ പൊന്നാര മോൾ ആദ്യം പോയിട്ട് രേണുവിൻ്റെ ഹിസ്റ്ററി ആദ്യം പോയിട്ടൊന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ വീഡിയോ ആയിട്ട് വാ. ഒരാൾ തുടക്കം തൊട്ട് നെഗറ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരും അവരെ കുറ്റം പറയത്തില്ല. ഒരാൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ജനങ്ങളുടെ മുന്നിൽ കണ്ണിലുണ്ണിയായി നല്ല രീതിയിൽ നടന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നെഗറ്റീവ് ആകുമ്പോൾ ആളുകൾ നല്ല രീതിയിൽ അതിന് വിമർശിക്കും. ആ വിമർശനം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ വൈറലാവാൻ വേണ്ടിയിട്ടല്ലേ ഇമാതിരി ഒരു കണ്ടന്റുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം പുള്ളിക്കാരിനെ 10 പേരെ അറിയണം. അതുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് അത് മാത്രമല്ല കേട്ടോ, സ്വയം രേണുവാണ് താനെന്നുള്ളൊരു ഭാവം കൂടി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രേണുവിൻ്റെ ഡൂപ്പാണെന്നും കൂടി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ പുള്ളിക്കാരിയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, റിയ എന്നാണ് ഈ പുള്ളിക്കാരിയുടെ പേര്. എന്തായാലും നല്ല രീതിയിൽ അഭിനയിക്കാനും സംസാരിക്കാനും കഴിവുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. അധികം താമസിക്കാണ്ട് തന്നെ രേണു സുധിയുടെ പുതിയ ആൽബത്തിലും കാണാം. ആൽബത്തിൽ അഭിനയിക്കാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ രേണുവിനോട് പറഞ്ഞാൽ മതി. രേണു എന്തായാലും മോളെ വിളിക്കാതെ ഇരിക്കത്തില്ല കേട്ടോ. എന്തായാലും മോള് ബാക്കിയും കൂടി കേൾക്കട്ടെ ചേട്ടൻ, എന്നിട്ട് ബാക്കി ചേട്ടൻ പറയും. എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രേണു സുധി എന്ന് പറയുന്ന ഒരാൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പൊന്നാര മോളെ, നിന്നെപ്പോലുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് മാങ്ങാത്തോലി നെഗറ്റീവ് വന്നാലും അതൊന്നും കണ്ണിൽ കാണത്തില്ല. അതൊക്കെ പോസിറ്റീവായിട്ടേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. രേണു ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മോൾക്കറിയാമോ? ഇപ്പോൾ പുള്ളിക്കാരിക്ക് 3550 പേര് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി വന്നിട്ട് ലൈവ് ഇടും, ഷോർട്സ് വീഡിയോ ഇടും, ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യും, റീൽസ് ഇടും. അങ്ങനെ പല രീതിയിലുള്ള പരിപാടികളൊക്കെ പുള്ളിക്കാരി ചെയ്യും. അത് വെറുതെ അങ്ങനെ ചെയ്താൽ പോരാ, നല്ല രീതിയിൽ
ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് ഒരു ചിരിച്ചാൽ അങ്ങോട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് കുനിയണം, ഒന്ന് ചെരിയണം, ഒന്ന് മലന്ന് കിടക്കണം, ഒന്ന് 362 ഡിഗ്രിയിൽ കിടന്ന് ചുറ്റണം, ഒന്ന് നാവൊക്കെ ഇട്ടിട്ടൊന്ന് പുറത്തേക്കൊക്കെ കാണിക്കണം, കുട്ടാന്നൊക്കെ പറയണം. അങ്ങനെ പല രീതിയിലുള്ള പരിപാടികളൊക്കെ പുള്ളിക്കാരി പറയും വേണം, കാണിക്കും വേണം. അതൊക്കെ മോള് കണ്ടോന്ന് എനിക്കറിയില്ല, കണ്ടോ ഇല്ലയോന്ന് അറിയില്ല കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വർത്താനം എന്തായാലും പറയത്തില്ല. പിന്നെ മോള് പറഞ്ഞുല്ലോ, രേണു ചേച്ചി ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീയാണ്, വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിക്കണതെന്നൊക്കെ. ഭർത്താവ് മരിച്ചു വിധവയായിട്ടുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെ ഈ ലോകത്തുണ്ട്. അവരാരും ഇതേമാതിരി സബ്സ്ക്രിപ്ഷൻ പൊട്ടിച്ചിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണില്ല. രേണുവിൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ആരൊക്കെ എന്നെ എന്തൊക്കെ മാങ്ങത്തൊലി പറഞ്ഞാലും എനിക്കതൊന്നും ഒരു വിഷയമുള്ള ഒരു കേസല്ല. എനിക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കണം. അതിപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ആണെങ്കിലും പോസിറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണെങ്കിലും എനിക്ക് പണം ഉണ്ടാക്കിയാൽ മതി. പോസിറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി പുള്ളിക്കാരിക്ക് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വഴിപാടും നേർച്ചയൊക്കെ ചെയ്തിട്ട് നടക്കുന്ന ഒരാളാണ് ഈ രേണു. ആ രേണുവിനെ പോലെയുള്ള ആളുകളെ അല്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ പിന്നെ കൂടുതൽ പറയാനൊന്നുമില്ല സുഹൃത്തുക്കളെ. ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതുള്ളൂ. എനിക്ക് അത്രയും രേണുവിന്റെ വലിയൊരു ഫാനും കൂടിയാണ് ഞാൻ. ഇപ്പൊ ഈ ഡൂപ്പും കൂടെ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, രേണുവിൻ്റെ ഡൂപ്പ് ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന്. സ്വയം രേണുവാണെന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് ഈ പുള്ളിക്കാരി. ഈ പുള്ളിക്കാരിയുടെ മുഖം നോക്കിയിട്ട് രേണുവിൻ്റെ ഒരു സാമീപ്യവും കാണാനായിട്ട് പറ്റുന്നില്ല. അതായത് മുഖസാദൃശ്യമൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ രേണുവിൻ്റെ വല്ല മുഖം ഉണ്ടായി പുള്ളിക്കാരിക്ക്? എന്നാലും പുള്ളിക്കാരി സ്വയം പറയാണ് ഞാനൊരു രേണുവാണെന്ന്. എല്ലാരും പറയാറുണ്ട് രേണുസുധിയുടെ കട്ടുണ്ടല്ലോ എന്ന്. രേണുസുധിയുടെ റിലേഷൻ ആണെന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ റിലേഷൻ അല്ല, രേണുസുധി എന്തായാലും അല്ല. പിന്നെ ഫേസ് കട്ട് അതുപോലെയാന്ന് പറയാറുണ്ട്. പൊന്നാര മോളെ, ആദ്യം പോയിട്ട് കണ്ണാടിയിൽ നിന്ന് പോയി നോക്കുക. അതായത് വീടിൻ്റെ ഉള്ളിൽ അലമാരൊക്കെ ഉണ്ടാവില്ലേ, അലമാരയിൽ കണ്ണാടി ഉണ്ടെങ്കിൽ ആ കണ്ണാടിയിൽ പോയിട്ട് നോക്കിയാൽ മതി. അതാകുമ്പോൾ ഒന്ന് ഫേസ് വലുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കാൻ പറ്റും. രേണുവിൻ്റെ ഒരു ഫോട്ടോ അവെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ വെച്ചിട്ടൊന്ന് നോക്കുക സ്വയം മുഖത്തിലേക്ക്. എന്നിട്ട് സ്വയം ഒന്ന് ആലോചിക്കുക ഞാൻ രേണു ആണോ എന്ന്. എന്നിട്ട് ഇമാതിരിയുള്ള വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് പോവാ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രേണുവിൻ്റെ ഒരു 5% കൂടി ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ രേണുവിൻ്റെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്? രേണു എവിടെ കിടക്കണം, മോൾ എവിടെ കിടക്കണം, മോൾ എവിടെ കിടക്കണം, രേണു എവിടെ കിടക്കണം. രണ്ടാളും 2 തരത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കിയിട്ട് വരില്ലേ? മോൾക്ക് നല്ല രീതിയിൽ വൈറലാവാൻ വല്ല ആഗ്രഹം ഉണ്ടോ, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അത് ആദ്യം പറയും. എനിക്ക് എന്റെ രേണുസുധീനെ കാണാൻ താല്പര്യമുണ്ട് അധികം വൈകാതെ. പിന്നെ രേണുസിന്റെ കൂടെ റീൽസ് ആണെങ്കിലും താല്പര്യമുണ്ട് ചെയ്യാനായിട്ടൊക്കെ. അപ്പൊ എന്റെ രേണുസുധിക്ക് സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ നമുക്ക് ഇടക്കിടക്കൊക്കെ ഓരോ റീൽസ് ചെയ്യാം. പിന്നെ രേണുസിന്റെ കൂടെ ഷോർട്ട് ഫിലിമും ചെയ്യാൻ താല്പര്യമുണ്ട്. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്റെ അടുത്തും കൂടെ പറയുള്ളൂ. ഓക്കെ, ഞാൻ ഓക്കെയാണ്. ഇപ്പം എങ്ങനെ ഇരിക്കണം എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ നല്ല രീതിയിൽ താല്പര്യമുണ്ട്. അത് സിനിമയിൽ അഭിനയിക്കാനല്ല കേട്ടോ. രേണു എന്ന് പറയണ ബിഗ് ഫാനിൻ്റെ കൂടെ അഭിനയിക്കാനാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര താല്പര്യം. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ആയാലും മതി, ചെറിയൊരു റീൽസ് ആയാലും മതി. രേണുവിനോട് അത്രയും മാത്രം ഇഷ്ടമുള്ളതുകൊണ്ടാണ് പുള്ളിക്കാരി അങ്ങനെ പറയണത്. അപ്പോൾ രേണു ഒന്ന് അതൊന്ന് സാധിച്ച് കൊടുക്കേണ്ട. രേണു എത്രയും പെട്ടെന്ന് രേണു ഈ പറയണ പെൺകുട്ടിയായിട്ടുള്ള ആ ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു റീൽസോ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ. അത്രയും മാത്രം കട്ടം വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ പ്രശ്നം അതല്ല സുഹൃത്തുക്കളെ. രേണു ഇനി ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമോ ആൽബത്തിൽ അഭിനയിക്കുമോ എന്നുള്ള കാര്യം നല്ല രീതിയിൽ സംശയമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? രേണുവിന് നല്ല രീതിയിൽ വിഷമമായിരിക്കുകയാണ്. രേണു സാധാരണ നെഗറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ രേണുവിനെതിരെ വന്നു കഴിഞ്ഞാൽ രേണു പ്രതികരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഇപ്പോൾ രേണു ഭയങ്കരമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ്. രേണുവിനെ പല്ലീന്നും എലിയെന്നും പഴുതാരയെന്നും എട്ടുകാരിന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് മാത്രം ഇടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരൊന്നും അല്ല ഇപ്പോൾ രേണുവിന് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഒരു പുള്ളിക്കാരൻ രേണുവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നല്ല രീതിയിൽ വരച്ച് അതിമനോഹരമാക്കി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കും. വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, കണ്ടാ രേണുവിനെ എലിപ്പെട്ടി പോലെ ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. അത് രേണു എലി, തൊട്ട് ബാക്കിൽ എലിപ്പെട്ടി, അങ്ങനെയാണ് ചിത്രീകരിച്ച് വരച്ചിരിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ രേണുവിന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രേണു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. രേണുസുധിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കാണിച്ചു. എൻ്റെ പടം വരച്ചാണ്. പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്, എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല.
എൻ്റെ പൊന്നാര മോളെ പല തരത്തിലുള്ള കാർഡ് ഇറക്കിയിട്ട് അതൊന്നും വിജയം കണ്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഇമോഷണൽ കാർഡായിട്ട് വന്നിരിക്കുകയാണ്. തൊട്ട് മുമ്പ് ഒരു വിധവ കാർഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കാർഡൊന്നും നല്ല രീതിയിൽ ഫലം കണ്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ നൈസായിട്ട് വന്നിട്ട് ഇമോഷണൽ കാർഡ് ഇറക്കുകയാണ്. നല്ല രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി മേടിച്ച് കഴിഞ്ഞ് എക്സ്ക്ലൂസീവ് സബ്സ്ക്രിപ്ഷനിലൂടെ പണം ഉണ്ടാക്കി ഇടയ്ക്കൊന്ന് ഇമോഷണൽ കാർഡ് ഇറക്കുകയാണ്. കാരണം കുറച്ച് ആൾക്കാർ പാവം തോന്നിയിട്ട് ഒരു പോസിറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ ഒരു ലവ് ചിഹ്നം ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമൊക്കെ ഇട്ട് രേണുവിനെ ഒന്ന് ബൂസ്റ്റ് ആക്കി ഒന്ന് സപ്പോർട്ടിങ് ഒക്കെ അറിയിച്ച് കഴിഞ്ഞാൽ രേണുവിനൊരു മനസ്സമാധാനമാണ്. നിന്നെപ്പറ്റി അറിയാത്തവരായിട്ട് ഈ ലോകത്ത് മലയാളികളായിട്ട് അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്കും മാത്രം നീ ഫേമസ് ആണ്. ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം 2 മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് വിധവയായിട്ടുള്ള സ്ത്രീയായ നീ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കണം എന്നുള്ള കാര്യം നല്ലപോലെ അറിയാം. അതുകൊണ്ട് നീ കൂടുതൽ വിശദീകരിച്ച് പറയൊന്നും വേണ്ട കേട്ടോ പൊന്നാര മോളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് ഹൈപ്പും കൂടി അമർത്തിയിട്ട് പോണേ കൂട്ടുകാരെ. വീഡിയോ മുഴുവനായിട്ട് കണ്ട ആളുകൾ ഒന്ന് സ്പെഷ്യലായിട്ട് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ കൂട്ടുകാരെ.